അപ്പോളേ ഇത് നമ്മളുടെ ലക്ഷദ്വീപിലുള്ള രണ്ടാമത്തെ ട്രിപ്പാണ് കേട്ടോ. ആദ്യം നമ്മളൊരു ഗ്യാങ് ആയിട്ട് ഒരു 8 പേര് നമ്മള് കവരത്തിയിലേക്കാണ് പോയത്. ഇപ്രാവശ്യം നമ്മൾ അഗത്തിയിലേക്കാണ് പോയത്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ, ടിക്കറ്റ് എടുക്കൽ അറിഞ്ഞില്ല. PCC നമ്മള് ജസ്റ്റ് അതായത് ലക്ഷദ്വീപിലേക്ക് വരണമെങ്കിൽ ഫസ്റ്റ് നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ആണ്, PCC എന്ന് പറയും. അത് നമ്മൾ അക്ഷയ സെന്ററിൽ വഴി നമുക്ക് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലിരുന്ന് നമ്മുടെ ലാപ്ടോപ്പ് വഴി നമുക്ക് അതിന്റെ സൈറ്റ് വഴി നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അത് നമ്മൾ രജിസ്റ്റർ ചെയ്ത് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്ന ഒരാഴ്ചക്കുള്ളിൽ സെറ്റ് ആവും. നമ്മുടെ ഏതാണോ നമ്മുടെ പോലീസ് സ്റ്റേഷൻ അവിടേക്ക് ഈ അപേക്ഷ വരും. അവർ നേരിട്ട് വന്നിട്ട് അന്വേഷിക്കും, അല്ലെങ്കിൽ ഫോണിൽ കൂടെ അന്വേഷിക്കും. നമുക്ക് വല്ല കേസ് ഉണ്ടോ, ആ പ്രശ്നം ഉണ്ടോ എന്ന് അന്വേഷിക്കും. ഇല്ലെങ്കിൽ നമുക്ക് PCC അടച്ച് കൈ തരും. പിന്നെ നമുക്ക് ലക്ഷദ്വീപ് വാസികളുടെ ആരുടെയെങ്കിലും ഒക്കെ നമുക്ക് ഹെൽപ്പ് വേണം, നമ്മുടെ ഏതെങ്കിലും ഒരു സ്പോൺസർ വേണം. അപ്പോൾ കവരത്തിയിലാണെങ്കിൽ നമുക്ക് ആളുണ്ട്, അഗത്തിയിലാണെങ്കിൽ ഉണ്ട്, ഇനിയിപ്പോൾ മിനിക്കോയിലാണെങ്കിലും ഉണ്ട്. നമുക്ക് ആരുടെയെങ്കിലും പരിചയക്കാർ വഴി നമുക്ക് അവരുടെ പെർമിറ്റ് എടുക്കാം, അവിടുത്തെ പെർമിറ്റ് എടുക്കാം. അല്ലെങ്കിൽ ട്രാവൽ ഏജൻസിക്കാരുണ്ട്. സ്വാഭാവികമായിട്ടും നമുക്ക് ഏറ്റവും എളുപ്പം നമുക്ക് എങ്ങനെ ഏതെങ്കിലും ഒരു പരിചയമുള്ളവരെ വഴി നമ്മൾ ചെയ്യാണ്. അവരത് ചെയ്ത് നല്ല നീറ്റായി നമ്മുടെ കൈ തരും. എക്സ്പെൻസ് ഒക്കെ വളരെ കുറവായിരിക്കും. കഴിഞ്ഞ തവണ നമ്മൾ 8 പേരുടെ ഒരു ടീം കവരത്തിയിലേക്കാണ് പോയെങ്കിൽ ഇത്തവണ നമ്മൾ അഗത്തിയിലേക്കാണ്. അഗത്തിയിലുള്ള നമ്മളുടെ പെർമിറ്റ്, ടിക്കറ്റ്, അവിടുത്തെ താമസം, ഭക്ഷണം, റിട്ടേൺ എല്ലാം നമുക്ക് ചെയ്തു തരുന്നത് ഫിറോസ് സാറാണ്. സാറിന് പാക്കേജ് ടൂറുകളുണ്ട്, അല്ലാത്തതുണ്ട്. ഞാൻ സാറിന് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ പോകണമെങ്കിൽ ഇനിയിപ്പോൾ ഈ സീസൺ എന്താ ഇവിടെ കഴിയുകയാണ്, മെയ്യോടുകൂടി കഴിഞ്ഞ് ജൂണിൽ പിന്നെ സീസൺ അവസാനിക്കും. കാരണം മഴക്കാലത്ത് ആരും ദ്വീപിലേക്ക് യാത്ര ചെയ്യുന്നത് സേഫ് അല്ല. പിന്നെ അടുത്തത് ഓഗസ്റ്റ് മുതൽ സീസൺ തുടങ്ങുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓഗസ്റ്റ് മുതലുള്ള പോക്കിന് നിങ്ങൾ പ്ലാൻ ചെയ്തോളൂ. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെയാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ കഴിഞ്ഞ തവണ നമ്മൾ വരുമ്പം ഓൺലൈൻ ടിക്കറ്റ് 20% ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി 80% നമ്മൾ എറണാകുളത്ത് വന്ന് ക്യൂ നിന്നിട്ടൊക്കെ ആയിരുന്നു നമുക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നേരത്തെ അവിടെ ബുക്കിൽ എഴുതി വെക്കലും ക്യൂ നിൽക്കലും ഒക്കെ നമുക്കൊരു ചാൻസ് ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം ഫുള്ള് 100% ടിക്കറ്റ് ഓൺലൈനിൽ കൂടിയാണ്. പക്ഷെ എനിക്കറിയാൻ പാടില്ല, നമ്മൾ ഓൺലൈനിൽ എത്രയോ, അതായത് ഇപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ 13-നാണ് കയറുന്നത്. അതിനൊരു കുറച്ച് ദിവസം മുമ്പാണ് നമ്മൾ ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. ആ നിമിഷം മുതൽ നമ്മൾ ഓൺലൈനിൽ ഇരുന്നാൽ നമുക്ക് ടിക്കറ്റ് കിട്ടുന്നില്ല. ടിക്കറ്റ് അവൈലബിൾ ആവുന്നുണ്ട്, പക്ഷെ നമ്മൾ അതിന്റെ ഒരു പേയ്മെന്റ് ഇതിലേക്കൊക്കെ പോകുമ്പോൾ നടക്കുന്നില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഒന്നാമത് നമുക്ക് ഇതിനെ നോക്കിയിരിക്കാൻ നേരമില്ല, നമുക്കിത് വലിയ എക്സ്പീരിയൻസ് ഇല്ല, നമുക്ക് തലവേദനയാണ്. അപ്പൊ നമ്മൾ സാറിനെ എങ്ങനെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ സാർ അതിന്റെ ഏജൻസികളെയും കാര്യങ്ങളെയും ഒക്കെ ഏൽപ്പിക്കും. നോർമലി നമ്മളിപ്പോ കഴിഞ്ഞ തവണയും പോയത് കപ്പലില് ബങ്ക് ക്ലാസ്സിലാണ് പോയത്. 1500 രൂപയാണ് നമുക്ക് ടിക്കറ്റിന് വരും. അതിന്റെ കൂടെ അവരുടെ ഒരു എമൗണ്ട് കൂടെ കൊടുത്താൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് പോകാൻ പറ്റും. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാട്ടോ, ഒരു കുഴപ്പമില്ല. ഓൺലൈനിൽ ചെയ്യാം, നമുക്ക് കുത്തിയിരുന്ന് ചെയ്യണേ ഉള്ളൂ. നമുക്ക് അതിന് മെനക്കെടാൻ പറ്റാത്തതുകൊണ്ട് അത് നമ്മൾ ഏൽപ്പിക്കുക ചെയ്ത്. അപ്പോൾ ഒരു ടിക്കറ്റിന് എത്രയോ മിനിമം ഒരു എമൗണ്ട് നമുക്ക് കൊടുത്താൽ നമുക്ക് സേഫ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത് കിട്ടും. അപ്പൊ അങ്ങോട്ട് നമ്മൾ ഇപ്പൊ കപ്പലിൽ പോകുന്നു, തിരിച്ചുള്ള റിട്ടേൺ ടിക്കറ്റ് നമുക്ക് ബുക്ക് ചെയ്തിട്ടില്ല. ഒന്നെങ്കിൽ ഫ്ലൈറ്റിന് വരാമെന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ കപ്പലിന്. കാരണം നമ്മളൊരു കറക്റ്റ് ഡേറ്റ് ഫിക്സ് ചെയ്യാതെയാണ് ഈ പോകുന്നത്. അപ്പോൾ നമ്മൾ PCC എടുത്തു, നമുക്ക് അതിന് ശേഷം അവിടുന്ന് പെർമിറ്റ് കിട്ടി. ഈ പെർമിറ്റ് കിട്ടിയാൽ ഈ പെർമിറ്റ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, ടിക്കറ്റ് അപ്ലൈ ചെയ്യണത്. ആ ടിക്കറ്റ് അപ്ലൈ ചെയ്യുന്ന രീതി ഞാൻ പറഞ്ഞു. നമ്മുടെ ടിക്കറ്റിൽ നമ്മുടെ ബോർഡിംഗ് ടൈം ഒക്കെ കാണും. അത് നമ്മുടെ ലക്ഷദ്വീപ് വാർഫിൽ വന്നിട്ട് നമ്മൾ കയറണം, ലഗേജുമായിട്ട് വരണം. ഫുള്ള് ചെക്കിങ് ആയിരിക്കും, കൂടുതൽ ഹിന്ദി ഓഫീസേഴ്സ് ഒക്കെ ആയിരിക്കും. അത്യാവശ്യം അറിഞ്ഞും അറിയാതെ ഹിന്ദി ഇംഗ്ലീഷൊക്കെ ആയിട്ട് നമ്മുടെ ബാഗേജ് ഫുള്ള് നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് അവർ അകത്ത് കയറ്റുക. ഈ കുപ്പിയൊക്കെ ഉണ്ടെങ്കിൽ അവർ തുറന്ന് കാണിക്കണം പറയും, ഫുള്ളല്ല എന്താണെന്ന് നോക്കാൻ. കാരണം നിങ്ങൾക്കറിയാം ലിക്കറൊക്കെ ഭയങ്കര പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ലക്ഷദ്വീപ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും അവർ ചെക്ക് ചെയ്യും. നമ്മൾ ഇപ്രാവശ്യം വന്നിട്ടുള്ളത് കുക്ക് ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും എടുത്തിട്ടാണ് കേട്ടോ. കഴിഞ്ഞ തവണ ലക്ഷദ്വീപിലെ രീതി അവർ നമ്മളെ കാണിച്ചു, അവർ നമുക്ക് വെച്ച് തന്നു. ഇപ്രാവശ്യം അന്നമ്മയുടെ രീതിയിൽ അവിടെ ചെന്ന് അവരുടെ ഫിഷ് പിടിച്ചിട്ട് കുക്ക് ചെയ്ത് അവർക്ക് കൊടുക്കാനാണ് നമ്മുടെ പരിപാടി. നമ്മൾ ഇന്ന് രാവിലെ ഒരു 10 മണിക്ക് കയറി കപ്പലില് അതിന്റെ ഫോർമാലിറ്റി കഴിഞ്ഞു. ഉച്ചയ്ക്ക് ഒരു 2:30 കഴിഞ്ഞിട്ടാണ് ഷിപ്പ് പുറപ്പെട്ടത്. ശരിക്കും നാളെ രാവിലെ 6 മണിക്ക് എത്തേണ്ടതാണ്. ഇന്നിപ്പോൾ ലേറ്റായി എന്തോ കാരണങ്ങൾ കൊണ്ട്. അപ്പം നാളെ ഒരു 10 മണിയോടുകൂടി നമ്മൾ എത്തും. അപ്പോൾ കപ്പലിൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സ്പോൺസറോ അല്ലെങ്കിൽ നമ്മളെ ആരാണോ ഹെൽപ്പ് ചെയ്യുന്നത് അവർ നമ്മുടെ അക്കോമഡേഷനിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ കപ്പലിൽ നമുക്ക് റൂംസ് ഫസ്റ്റ് ക്ലാസ് ഉണ്ട്, സെക്കൻഡ് ക്ലാസ് ഉണ്ട്, ബങ്ക് ക്ലാസ് ഉണ്ട്. എല്ലായിടത്തും AC ഉണ്ട്. അപ്പോൾ ഒരു എക്കണോമിക് ആയിട്ട് വരണം എന്നുള്ളവർക്ക് ബങ്ക് ക്ലാസ് ഓക്കെയാണ്. നമുക്കൊരു സെപ്പറേറ്റ് ബെഡ് ഉണ്ടാവും, ഒരു പില്ലോ ഉണ്ടാവും, നമുക്ക് ചാർജിങ് പോയിന്റ് ഉണ്ടാവും. അത് മതി, അതിന്റെ ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ സെക്കൻഡ് ക്ലാസ് ആണെങ്കിൽ 4 പേർക്കുള്ള റൂം, 2 പേർക്കുള്ള റൂം, സിംഗിൾ റൂം ഒക്കെ ഉണ്ടാവും. അപ്പൊ എങ്ങനെയാണോ അത് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ചെന്ന് അവിടെ എത്തിയാലേ നമ്മൾ അവിടെ റിസീവ് ചെയ്യും. പിന്നെ നമുക്ക് അവിടെ ഇൻഡിവിജ്വൽ ആയിട്ട് വേണമെങ്കിൽ താമസിക്കാം, വീടെടുത്ത് താമസിക്കാം, കോട്ടേജസ് ഉണ്ടാവും, അല്ലെങ്കിൽ റിസോർട്ട്സ് ഉണ്ടാവും, എന്ത് വേണമെങ്കിലും ഉണ്ടാവും, അല്ലെങ്കിൽ ഹോം സ്റ്റേ ഉണ്ടാവും. ഇതൊക്കെയാണ് നമുക്ക് ലക്ഷദ്വീപില് ചെന്നെത്താൻ ഉള്ള ഒരു പ്രൊസീജിയർ.
നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ പെർമിറ്റ് എടുക്കുമ്പോൾ തന്നെ ഇന്ന ദ്വീപിൽ വിസിറ്റ് ചെയ്യാനുള്ള ഒരു പെർമിറ്റ് ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പൊ നമ്മളിപ്പോൾ 3-4 ദ്വീപിൽ പോകാനുള്ള ഒരു പെർമിറ്റ് എടുത്തിട്ടുണ്ട്. കാരണം ഒരു ദ്വീപ് അകത്തി എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 5-6 കിലോമീറ്ററേ ഉള്ളൂ. അവിടെ തന്നെ പിന്നെയും കാണുന്നതിനൊരു പരിധിയുണ്ട്. അപ്പൊ നമ്മള് തിണ്ണകര, ബംഗാരം അങ്ങനെ കുറച്ച് ദ്വീപുകൾ പെർമിഷൻ എടുത്തിട്ടുണ്ട്. പിന്നെ അവിടെയുള്ള വാട്ടർ ആക്ടിവിറ്റീസും കാര്യങ്ങളുമായിട്ട് നമുക്ക് ഓരോരുത്തരുടെ നമ്മുടെ സൗകര്യം അനുസരിച്ച് താല്പര്യം അനുസരിച്ച് നമുക്ക് ചെയ്യാം. അപ്പൊ കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞില്ല നമ്മളൊരു രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് പോയി എന്നുള്ളൊരു പരാതി ഉണ്ടായിരുന്നു. ഇത്തവണ സാധാരണ ഒരു സ്ത്രീ ആയിട്ടാണ് നമ്മൾ പോകുന്നതും PCC എടുത്തോ മുതല് പോയി തിരിച്ചു വരുന്നവരെ. അതെന്നെ ഒരു ആഗ്രഹം കൂടിയായിരുന്നു. ആർക്ക് വേണമെങ്കിൽ നമുക്ക് പോകാം. സത്യത്തില് മാലി ദ്വീപിലൊക്കെ പോയി വരാന് ഭയങ്കര എക്സ്പെൻസ് ആണ്. അവിടെ ചെന്നാലോ ഒരു കുപ്പി വെള്ളത്തിന് വരെ 200 രൂപ കൊടുക്കണം. അങ്ങനെ ഭയങ്കര ഒരു എന്താ പറയാ ഒരു പോഷ് ടൂറിസമാണ്. അതിനേക്കാൾ ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ഇവിടെ നമ്മുടെ ലക്ഷദ്വീപ്. വെറും 1500 രൂപ ചെലവിൽ അങ്ങോട്ട് പോകാം, തിരിച്ചു ആ രീതിയിൽ നമുക്ക് തിരിച്ചു വരാം. പെർമിറ്റിനും എല്ലാം കൂടെ നമുക്ക് നിസ്സാര കാശേ ആകുന്നുള്ളൂ കേട്ടോ. അപ്പൊ ഫാമിലി ആയിട്ടോ ഇനി ഫ്രണ്ട്സുമായിട്ടൊക്കെ അടിച്ചു പൊളിച്ച് വരാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞു. കൂടുതൽ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ കമന്റിൽ ചോദിക്കുക. ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ ലക്ഷദ്വീപിലെ കുക്കിംഗ് വീഡിയോസ് കാണാം. അപ്പൊ ആരും ഒന്നും മിസ്സാക്കാതിരിക്കുക. അടിപൊളിയായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പൊ ഒരിക്കൽ കൂടെ പറയുന്നു, ഇതുപോലെ ഒരുപാട് വിശേഷങ്ങളും വ്യത്യസ്തതകളുമായിട്ട് അന്നമ്മയുടെ ചാനൽ ഇനി ആരെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബാക്കിയുണ്ടെങ്കിൽ മടിക്കാതെ ചെയ്യുക. സൈനിങ് ഓഫ് യുവേഴ്സ് അന്നമ്മ.